69-ാം വയസ്സിൽ പുഴയിലേക്കൊരു ഡൈവ്. കൈകാലുകൾ വിറയ്ക്കുമെന്ന് കരുതിയ പ്രായത്തിൽ മാത്തിയമ്മയ്ക്ക് തോറ്റുകൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. ധൈര്യത്തിന് ജനനത്തീയതി ഇല്ല എന്ന് പഠിപ്പിക്കുകയാണ് ആര്യനാട് കരിപ്പാലം തെണ്ടിയാമല സ്വദേശി മാത്തിയമ്മ. ഒരൊറ്റ ചാട്ടം, വെള്ളം കീറിപ്പായുന്ന ഈ ചാട്ടം പ്രായം എന്ന ചിന്തയിലേക്കുള്ള വെല്ലുവിളി കൂടിയാണ്. കൊച്ചിനെ പഠിച്ചിട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നോക്കി നിന്നിട്ട് നമ്മൾ നീന്തിയിട്ട് അത് ചെയ്ത് നോക്കുമ്പോൾ ഞാനും അതേപോലെ ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഇത് പഠിച്ചത്. കലണ്ടറിലെ താളുകൾ മറിഞ്ഞാൽ വയസ്സ് കൂടും, ആത്മവിശ്വാസം വളർന്നാൽ ദാ ഇങ്ങനെ ചാടും. അമ്മയുടെ കുട്ടിക്കാലത്ത് അമ്മയുടെ ബന്ധുവിന്റെ വീട്ടിൽ, അതായത് കല്ലാറെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ പോയി നിന്ന് കുഞ്ഞിലെ അപ്പോഴൊക്കെ ഇതുപോലത്തെ ഇതൊക്കെ ചെയ്തവര് ഡൈവൊക്കെ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങിയ തൊട്ട് കളിയൊക്കെയാണ് ഞങ്ങൾ പ്രധാനം. അങ്ങനെയൊക്കെ ആയാണ് ഇതൊക്കെ പഠിച്ചത്. അമ്മയുടെ ആ കൊച്ചുനാളിൽ ചെയ്ത ആ ഒരു ഇത് ഇത്രയും പ്രായമായിട്ടും അമ്മ അത് മറന്നു പോയിട്ടില്ല. ഇപ്പോഴല്ലേ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാമെന്നുള്ളത്. അന്നന്ന് ആർക്കും ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പോഴത്തെ തലമുറയിലുള്ള മിക്ക ആൾക്കാരും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അത് അവർക്കുള്ള ആഗ്രഹങ്ങളൊന്നും പുറത്ത് കാണിക്കാനോ പറയാനോ ചെയ്യാത്തൊരു സാഹചര്യമാണ്. അപ്പോഴേ അവരിങ്ങി അങ്ങ് വച്ചിക്കും, ദിവസേന നാളെ ചെയ്യാം എന്ന് പറഞ്ഞങ്ങ് വച്ചിക്കും. പക്ഷെ ആ സമയം കഴിഞ്ഞ് പോയിട്ടായിരിക്കും അവർ അറിയുന്നത്, അയ്യോ ആ സമയം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അമ്മയ്ക്ക് ആരാകാനായിരുന്നു ആഗ്രഹം? ഞാൻ വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഇനിയിപ്പോ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ആഗ്രഹിച്ചിട്ട് പലരും നടക്കുമോന്ന് ഈ വയസ്സങ്ങാലത്ത്. സ്വന്തം മനസ്സിനെ ജയിച്ച ഒരമ്മയുടെ ചിരിയാണിത്. കാലങ്ങൾക്ക് വയസ്സായിട്ടുണ്ടാകാം, പക്ഷേ ആഗ്രഹങ്ങൾക്ക് യൗവനമാണ്. എനിക്ക് പ്രായം 32, മാത്തിയമ്മയ്ക്ക് പ്രായം 69. എൻ്റെ ഈ പ്രായത്തിലും എനിക്കിങ്ങനെ ഡൈവ് ചെയ്യാൻ പറ്റില്ല, ആ പ്രായത്തിലും പറ്റില്ല. 69 വയസ്സ് എന്നത് പലരും വിശ്രമം തേടുന്ന പ്രായമാണ്. പക്ഷേ മാത്തിയമ്മയ്ക്ക് മനസ്സിലെ കരുത്താണ് യഥാർത്ഥ പ്രായം. സജീവ് മാറിനും വിജയദാസിനൊപ്പം ടി എസ് ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.